ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന, വൈജ എല്ലാവരും ഇങ്ങനെ ഹോളിൽ നിൽക്കുക കേട്ടോ. ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി നിൽക്കുക. അപ്പോൾ എന്തു പറ്റി എല്ലാവരും എന്തിനാ ഇങ്ങനെ വീഴ്ച നിൽക്കുന്നതെന്ന് മനു ഇവരോട് ചോദിച്ചു കേട്ടോ. നേരത്തേക്ക് മുകളിലോട്ട് നോക്കുക വൈജ. മനുവിന് കാര്യം മനസ്സിലായില്ല. ആരും ഒന്നും മിണ്ടുന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് അലീനയും ഭയങ്കര നിസ്സഹായമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം അങ്കിളെന്തേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ ഇല്ല, അപ്സ്റ്റെയറിലാണെന്ന് ബബിത പറഞ്ഞു. അതെന്താ അങ്ങനെ, എന്തിനാ അങ്ങോട്ട് പോയത്? അപ്പം അതെന്തിനാന്ന് ഞാനും ചോദിക്കുന്നതെന്ന് വൈജ. അച്ഛൻ ബെഡ്റൂമും ചേഞ്ച് ചെയ്തു മനുവേട്ട, അച്ഛന് താഴത്തെ ബെഡ്റൂം വേണ്ട, മുകളിലത്തെ ഗസ്റ്റ് റൂം മതിയെന്ന് പറഞ്ഞെന്ന കാര്യം പറഞ്ഞ് കൃഷ്ണ അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനെന്താ കുഴപ്പം, അങ്കിളിന് ഇഷ്ടമുള്ള മുറിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു മനു. അപ്പോൾ ഇതുവരെ കിടന്നുകൊണ്ടിരുന്ന ബെഡ്റൂമിന് എന്താ കുഴപ്പം മനു? അതിനകത്ത് വെച്ചല്ലേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാറിയത് എന്ന് മനു പറയുമ്പം അതൊന്നുമല്ല മാറിയത്, എന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന കാര്യം വൈജ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ആർക്കും ഒന്നും പറയാനും ഇല്ല. ബാലചന്ദ്രൻ വിളിക്കുന്നവർ മാത്രം മുകളിലത്തെ ബെഡ്റൂമിലേക്ക് ചെന്നാൽ മതിയെന്നൊരു കൽപ്പനയും കൂടി പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ കേട്ട അലീന അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുമ്പോൾ അതെന്തെങ്കിലും ആവട്ടെ ആൻറ്റി, അങ്കിളിൻ്റെ ഇഷ്ടം പോലെ ഇത് ചെയ്യട്ടെ, അതല്ലേ ഡോക്ടറും പറഞ്ഞേ, ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ടെൻഷനോ അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കരുത്, ഡീസൻ്റായിട്ട് പെരുമാറാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞില്ലേ. ഇതൊരുമാതിരി ഇൻസൾട്ടിങ് അല്ലേ മനു? എനിക്കും ഉണ്ട് ഹൃദയവും മനസ്സും ഇമോഷൻസും ഒക്കെ, ഒരാൾക്ക് മാത്രമല്ല എന്ന് വൈജ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട അലീന ഇങ്ങനെ നിൽക്കുക അവിടെ സങ്കടത്തോടെ. അപ്പോൾ അലീന എന്നും പറഞ്ഞ് മുകളിൽ നിന്നൊരു വിളി. എല്ലാവരും ഞെട്ടി അലീന മുകളിലേക്ക് നോക്കുക. അലീന അന്നേരത്തേക്കും വേഗം വൈജയെ നോക്കി, പാവം പേടിച്ചിട്ടേ. ആ സമയത്ത് എല്ലാവരും മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ആ സ്റ്റെയറിൻ്റെ അവിടെ വന്നു നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന എന്നും പറഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോഴും അലീന പേടിച്ച് പറിച്ച് ഇങ്ങനെ നിൽക്കുക, കാരണം രക്തരക്ഷസ് ഫ്രണ്ടിൽ നിൽക്കുകയല്ലേ. അപ്പോഴേക്കും അലീന ഇങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അലീന എന്ന് പറഞ്ഞ ബാലൻ മകളിൽ നിന്ന് വിളിക്കുമെന്ന്. വൈജയും ഇങ്ങനെ അന്നേരം തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വീണ്ടും ബാലൻ അലീന എന്നും പറഞ്ഞ് വിളിച്ചു. വൈജയന്തിക്ക് അത് ഭയങ്കര കുറച്ചിലായി. അലീന അന്നേരം ഇങ്ങനെ അവിടെ വൈജയന്തിയുടെ അടുത്ത് മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നു. ആ സമയത്ത് മക്കളും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ബാലൻ ഇങ്ങനെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. 2 ആഴ്ചയായല്ലോ നിന്നെ കണ്ടിട്ട് എന്ന് അലീനയോട് ഇങ്ങനെ പറയുക ബാലനെ. അന്നേരം ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് അലീന പറയുക. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് അലീന പറയുക കേട്ടോ. വൈജ തുറിച്ച് നോക്കുക അലീനയെ. വേറൊന്നുമില്ല എന്നും അലീന പേടിയോടെയാണത് പാവം പറയണേ. അപ്പോൾ നീ എന്താ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വരാതിരുന്നത് എന്ന് ബാലൻ അലീനയോട് ചോദിക്കുക. അപ്പോൾ അലീന ഇങ്ങനെ വൈജയുടെ നേരെ ഇങ്ങനെ ഒന്ന് നോക്കി, പാവം പേടിച്ച് വിറച്ച് നിൽക്കുക, പറഞ്ഞാൽ കൊല്ലുമല്ലോ അതിൻ്റെ പേടിയിൽ. അപ്പോൾ നീ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഞാൻ എന്നും വന്ന് നിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചില്ലായിരുന്നോ എന്ന് ബാലൻ അലീനയോട് ചോദിക്കുക. അലീനയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പേടിച്ച് തല കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. വൈജ കടുപ്പിച്ച് അലീനയെ നോക്കുന്നത്. മനു അന്നേരം ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എനിക്കിവിടെ എല്ലാ കാര്യവും നോക്കണമായിരുന്നു, അതുകൊണ്ടാ എന്ന് അലീന ഇങ്ങനെ പറയുമ്പം ഹോസ്പിറ്റലിൽ പോകണ്ടെന്നും പറഞ്ഞ് ആരും നിന്നെ തടഞ്ഞില്ല എന്ന് ബാലൻ ചോദിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ വൈജയുടെ നേരെ ഇങ്ങനെ നോക്കി. മനു അന്നേരം അവിടെ നിന്ന് പതുക്കെ അങ്ങ് മാറി. കാരണം ഇതിനിടയിൽ നിൽക്കേണ്ട കാര്യം മനുവിനില്ലല്ലോ. അതുകൊണ്ട് മനു അങ്ങ് മാറി അങ്ങ് നിന്നു. വൈജു അന്നേരം അലീന ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക, രക്തം ഊറ്റി കുടിക്കുന്നത് പോലെ കേട്ടോ. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് പേടിയാണ് ശരിക്കും എന്തെങ്കിലും പറയാൻ. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു അലീന. ബാലന് കാര്യം അറിയാമല്ലോ. ബാലൻ ഇങ്ങനെ ഒന്ന് ചിരിച്ചു. ഇന്നു മുതൽ നീ അമ്മയെ മാത്രം നോക്കിയാൽ പോരാ, എന്നെയും നോക്കണമെന്ന് ബാലൻ പറഞ്ഞപ്പോഴത്തേക്കും വൈജയന്തിയുടെ കണ്ണുന്തി നിലത്ത് വീണു. ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ബാലൻ പറയുന്നു. ബാലൻ്റെ തീരുമാനം അത് ഒന്നൊന്നര തീരുമാനമാണ്, വൈജയന്തിയെ തീർത്ത് കളയുന്ന തീരുമാനങ്ങൾ. അപ്പോഴേക്ക് അലീന വൈജയെ നോക്കി, മനുവേട്ടനെ നോക്കി. പാവത്തിന് പേടിയായിട്ടും പാടില്ല, വൈജയുടെ മുന്നിൽ നിൽക്കാൻ പോലും പേടിയായിരുന്നു. ആ സമയത്ത് അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം ബബിതയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കൃഷ്ണയ്ക്ക് അന്നേരം സന്തോഷമായി. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രോഹിത്ത്. അപ്പോൾ എന്താ നീ ഒന്നും മിണ്ടാത്തേ? അലീന ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണെന്നും ബാലചന്ദ്രൻ വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി മാത്രം നിന്നതാണെന്ന് അവിടെ വൈജ പറയുന്നു. നേരത്തേക്കും ചാടിക്കേറി ഇടയിൽ നിന്ന്. അപ്പോഴേക്കും അലീന ഇങ്ങനെ നമ്മുടെ ബാലനെ നോക്കുക കേട്ടോ. ബാലൻ അന്നേരം ഒന്നും മിണ്ടുന്നില്ല. മനു അന്നേരവും ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ആണോ അലീന എന്ന് അലീനയോട് ബാലൻ ചോദിച്ചു. അന്നേരം അലീനയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ആണോ അലീന? അപ്പോൾ അതെ എന്ന് അലീന പറഞ്ഞു. അപ്പോൾ യാത്ര പറയണമെങ്കിൽ മുകളിലോട്ട് കയറി വരാൻ പറഞ്ഞു.
എന്നിട്ട് നേരിട്ട് വന്ന് നീ എന്നോട് പറയാനും ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു. അലീനയ്ക്കാണ് പേടിയായി. പാവം അവിടെ നിന്ന് ചങ്കിടിച്ചാ നിൽക്കുന്നത് കേട്ടോ. ഓരോ വാക്ക് ബാലൻ പറയുമ്പോഴും വൈജയുടെ ഓരോ നോട്ടത്തിനും 100 അർത്ഥങ്ങളുണ്ട്. അതും അലീനയ്ക്ക് നന്നായി മനസ്സിലാവുന്നുമുണ്ട്. ബാലൻ ഇങ്ങനെ അവിടെ പെട്ട് നിൽക്കുന്ന സമയത്ത്, അലീന അവിടെ പെട്ട് നിൽക്കുന്ന സമയത്ത് ബാലൻ കയറി വന്നു യാത്ര പറയാൻ പറഞ്ഞു. അലീന എന്നിട്ട് കൃഷ്ണയെയും മനുവിനെയും ഒക്കെ നോക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അലീന ഇങ്ങനെ മനുവിനെ നോക്കി നിസ്സഹായനായിട്ട് നിൽക്കുമ്പം അങ്കിള് വിളിച്ചതല്ലേ ചെല്ലാൻ പറഞ്ഞു മനു അലീനയോട്. വൈജ അന്നേരം പല്ലും കടിച്ച് പിടിച്ച് എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന പാപം പേടിച്ച് വരച്ച് മുകളിലേക്ക് എന്നിട്ട് വൈജയെ നോക്കിയിട്ട് കയറി പോവുകയാണേ. പതുക്കെ മുകളിലോട്ട് കയറി ചെല്ലുന്നു. പിന്നാലെ ബബിത കയറിയപ്പോഴത്തേക്കും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബബിതയോട് പറഞ്ഞു അലീന മാത്രം വന്നാൽ മതിയെന്ന്, അലീനയ്ക്ക് എസ്കോർട്ടിൻ്റെ ആവശ്യമില്ല എന്ന്. അന്നേരത്തേക്കും എൻ്റെ ദൈവമേ, വൈജ പിന്നെയും കലിപ്പായി. ചമ്മി വിളറി വെളുത്ത് ബബിത താഴേക്ക് ഇറങ്ങി വരുക. ദേ ഇനി നിനക്കെന്നെ കാണണമെന്നുണ്ടെങ്കിൽ അലീന താഴെ തിരിച്ചെത്തിയിട്ട് എന്നോട് ചോദിച്ചിട്ട് അനുവാദം തന്നാൽ മാത്രം കയറി വരിക. പറഞ്ഞാൽ മനസ്സിലായോ എന്ന് ബബിതയോട് പറയുക. ബബിത അന്നേരം അത് വന്നത് പിന്നിലും സ്പീഡിൽ താഴെ ഇറങ്ങി. അപ്പോൾ സ്വന്തം മക്കൾക്ക് കാണണമെങ്കിലും പാസ് എടുക്കണോ എന്ന് വൈജ ചോദിക്കുമ്പം വേണ്ടി വരും എന്ന് ബാലൻ അന്നേരം പറഞ്ഞു. അപ്പോൾ വൈജയ്ക്കിട്ട് കൊടുക്കുന്നതെല്ലാം നല്ല സ്ട്രോങ് അടിയാട്ടോ. അലീനയ്ക്കാണെങ്കിലും മാത്രം അവിടെ ഒരു കൺസിഡറേഷൻ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതേ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്നാണെന്നും അത് ഭാര്യ ആയാലും മക്കളായാലും ബന്ധുക്കളായാലും എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. വൈജയുടെ കണ്ണൊക്കെ അങ്ങോട്ട് വല്ലാത്തൊരു രീതിയിലൊക്കെ പിടിച്ച് വൈജ ഭയങ്കര പവർഫുള്ളായിട്ട് കാലിപ്പ് കയറി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ മനു അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഡോക്ടർ ഇതെല്ലാം പറഞ്ഞത് ആൻറ്റിയും കേട്ടതല്ലേ എന്ന് മനു വന്ന് ചോദിക്കും. ഏത് പൊട്ടൻ ഡോക്ടർ ഇതൊക്കെ അഡ്വൈസ് ചെയ്തതെന്ന് വൈജ ചോദിക്കുക. ലോകത്തിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ അങ്ങനെ ഒരു ഊളത്തരം പറയുമോ എന്ന് വൈജ ചോദിക്കുമ്പം സോറി ദേ വേറെ ഡോക്ടർമാരല്ല, ഈ ഞാൻ ബാലചന്ദ്രൻ ഡോക്ടർ സ്വയം സജസ്റ്റ് ചെയ്തതാണെന്ന് ബാലൻ അന്നേരം വൈജയോട് പറഞ്ഞു. വൈജ അതും കേട്ടു ഉത്തരം മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. മിണ്ടാട്ടം ഇല്ല വൈജയ്ക്ക്. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇപ്പോൾ നമ്മുടെ ബാലൻ്റെ തീരുമാനങ്ങൾ. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമേ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ 5 പേരുണ്ട്. ഒരു ഡോക്ടർ, ഒരു വക്കീല്, ഒരു പോലീസുകാരൻ, ഒരു ജഡ്ജി, പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരനും. ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ നമ്മുടെ വൈജ ഇങ്ങനെ എല്ലാവരെയും മാറി മാറി നോക്കി കണ്ണും മിഴിച്ചവിടെ അങ്ങനെ നിൽക്കുന്നു. വൈജയ്ക്ക് ഒരു ഉത്തരവും കൊടുക്കാനില്ല, മറുപടിയും പറയാനില്ല, ഒന്നുമില്ല. അലീന ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കും. അലീന എന്നിട്ട് മുകളിലേക്ക് കയറി ചെല്ലാൻ നോക്കുമ്പോഴും വൈജ ഇങ്ങനെ അലീനയെ കടുപ്പിച്ച് നോക്കുവാണ്. പാവം പേടിച്ച് വരച്ച് മുകളിലോട്ട് കയറിപ്പോയി. അലീന മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനു ഇങ്ങോട്ടേക്ക് പോന്നു. മനു ഇങ്ങ് പോന്നപ്പോൾ വൈജ പിന്നാലെ ചെല്ലുക. എന്തൊക്കെയാ മനു ഇതൊക്കെ പറയുന്നേ, ബോധം പോയോ എന്ന് വൈജ ചോദിക്കും കേട്ടോ. അപ്പം നമ്മളൊന്ന് മാത്രമേ ചെയ്യാനുള്ളൂ ആൻറ്റി, അങ്കിളിൻ്റെ ഇഷ്ടത്തിന് വിടുക, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വൈജ പറയൂ. അന്നേരം അത് കേട്ടപ്പോൾ മനു ഞാൻ മുത്തശ്ശി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവായി നേരം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. അന്നേരം വൈജ അവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കാം. പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അലീന റൂമിൻ്റെ വാതുക്കൽ വന്ന് പേടിച്ച് വിറച്ച് നിൽക്കുക. സാറെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ബാലൻ അലീനയെ നോക്കുക കേട്ടോ. അലീനയാണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അലീനയ്ക്ക് പേടിയായി. അലീന പുറകിലേക്ക് നോക്കിയിട്ടൊക്കെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. എപ്പോഴാണ് ആരെങ്കിലും ചാടി വീഴുന്നതൊന്നും അലീനയ്ക്കും അറിയില്ലല്ലോ. അപ്പോൾ പേടിച്ച് വിറച്ച് അലീന ഇങ്ങനെ നേരെ ബാലൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരിതിലിങ്ങനെ നിൽക്കുക. ബാലൻ അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ച് തന്നെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ സാർ എന്നും പറഞ്ഞ് അലീനെ വിളിച്ചു കേട്ടോ. അലീനെ വിളിക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ഒരു ഇടറിയ ശബ്ദത്തോടെ അപ്പം നീ പോകാൻ തയ്യാറായി നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന അതേന്നും പറഞ്ഞിങ്ങനെ ഒരു സ്വരം താഴ്ത്തി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രമാണോ നീ വെയിറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പം അലീന ഇങ്ങനെ നോക്കുമോ സാറിനെ. ആണോ അലീന, ഞാൻ ചോദിച്ച നീ സത്യമേ പറയൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് അന്നേരം നമ്മുടെ ബാലൻ പറഞ്ഞു. നീ എന്നോട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്ന് ബാലൻ അലീനയോട് ചോദിക്കുമ്പോൾ അപ്പോൾ ഉണ്ടെന്ന് അലീന, പക്ഷേ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല എന്ന് നമ്മുടെ അലീന പറയുമ്പോൾ അതും എനിക്കറിയാം എന്ന് ബാലചന്ദ്രൻ അന്നേരം പറയാം. അപ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അതെനിക്കറിയാമെന്ന് ബാലൻ പറയുമ്പോൾ അലീനയ്ക്ക് ശരിക്കും പേടിയാ. നീ ഇവിടുന്ന് പോകാൻ തയ്യാറായത്
അപ്പോൾ സാർ ഞാൻ എന്ന് പറഞ്ഞ അലീനയ്ക്ക് കരച്ചിൽ വന്നു. അലീന അന്നേരം കരയാൻ തുടങ്ങിയപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അലീനയുടെ അടുത്തേക്ക് വന്നു. നീ ഇതുവരെ ഈ വീട് സ്വന്തം വീട് പോലെയല്ലേ കണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു കേട്ടോ. ഈ വീട്ടിലെ ഓരോ അംഗത്തെയും സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയല്ലേ നീ കണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അലീന ഇങ്ങനെ നോക്കുക. എന്താ സാറിപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നേ എന്നൊരിതിൽ ബാലൻ അന്നേരം മടിക്കാതെ എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അലീന അതേന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബാലൻ അലീനയുടെ നേരെ ഇങ്ങനെ നോക്കി. വൈജയന്തിയെ നീ നിൻ്റെ അമ്മയെപ്പോലെയല്ലേ കണ്ടിരിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീനയ്ക്ക് പേടിയായി. അലീന ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് താഴേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അങ്ങനെയല്ലേ നീ കരുതിയിരിക്കുന്നത് അതൊന്ന് പറയാനായിട്ട് ബാലൻ അലീനയോട് പറയുക. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ പേടി. അലീന അങ്ങനെ എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. പറ, സത്യം പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരം പറഞ്ഞു. കള്ളം പറയേണ്ടി വരുമ്പോഴാണ് തെറ്റിപ്പോകുമോ എന്നത് ആലോചിക്കേണ്ടി വരുന്നതെന്ന കാര്യം ബാലൻ ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ അലീന ഇങ്ങനെ ദീർഘശ്വാസം വിട്ടുകൊണ്ടേയിരിക്കുക. പാവത്തിന് പേടിയായിട്ടേ. ബാലൻ വിടുന്നുമില്ല. വൈജയന്തിയെ നീ സ്വന്തം അമ്മയെ പോലെയാണോ കണ്ടത്? അപ്പോഴേക്കും അലീന ഇങ്ങനെ അതേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാലൻ ചിരിച്ചു. അപ്പോൾ ബാലൻ ഇങ്ങനെ ചിരിച്ചിട്ട് എൻ്റെ 3 മക്കളെയും നിൻ്റെ സ്വന്തം സഹോദരങ്ങളായിട്ടും അല്ലേ അങ്ങനെയല്ലേ നീ കണ്ടിട്ടുള്ളൂ? അപ്പോൾ അതേന്ന് അലീന പറയണു. പേടിച്ച് നിന്നാ പറയുന്നത്. സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ ജനിച്ചവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് പേടിയായി. അലീന പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഭയങ്കര ഒരു പേടിയും വെപ്രാളവും ഒക്കെ കയറി അലീന ഇങ്ങനെ നിൽക്കുമ്പം എന്നെ നീ എങ്ങനെയാ കണ്ടത് എന്ന് ബാലൻ അലീനയോട് ചോദിക്കുക. അതും കൂടെ നീ എന്നോട് പറയാൻ പറഞ്ഞു. അന്യനെ പോലെയാണോ ചോദിക്കുമ്പോൾ അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ പറ, എങ്ങനെയാ നിനക്ക് ഞാൻ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനെ പോലെയാണെന്ന് അലീന ഇങ്ങനെ ബാലനോട് പറയൂ കേട്ടോ. അത് കേട്ടപ്പോൾ ബാലൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഒരു തവണ നീ അതെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന്. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് ബാലൻ ഇങ്ങനെ അലീനയോട് പറയൂ കേട്ടോ. അലീനയാണെങ്കിലും നേരെ വർത്താനം പോലും പറയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. കണ്ണുനീരൊക്കെ തുടച്ച് നമ്മുടെ അലീന ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ ഇങ്ങനെ അവിടെ നിൽക്കുക. അവരോടൊക്കെ ഉള്ളതിനേക്കാൾ ഒരല്പസ്നേഹ കൂടുതൽ നിനക്ക് എന്നോടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് ബാലൻ പറഞ്ഞു. ഇല്ല അല്ലേ എന്ന് ബാലൻ അലീനയോട് ചോദിക്കുമ്പോൾ പാവം അലീന പെട്ടു. അലീനയെ പെടുത്തിക്കളയുക സ്നേഹത്തിൻ്റെ ആ ഒരു തിട്ട് ബാലചന്ദ്രൻ. അപ്പോഴേക്കും അലീന ഇങ്ങനെ നിറകണ്ണുകളോടെ ദയനീയമായിട്ട് ബാലനെ നോക്കുക. നിന്നെ ഒരു വേലക്കാരിയെ പോലെയാണോ ഞാൻ കണ്ടത് ആണോന്ന് ചോദിക്കുമ്പോൾ അല്ല, ഒരിക്കലും അല്ല എന്ന് അലീന ബാലനോട് പറയണു. നിന്റെ ഏത് വിഷമഘട്ടത്തിലും ഞാൻ നിന്റെ കൂടെ തന്നെ നിന്നിട്ടില്ലേ എന്ന് ബാലൻ ചോദിച്ചു. ഭാര്യയെ എതിർത്തില്ലേ ഞാൻ നിനക്ക് വേണ്ടി? എൻ്റെ മക്കളെ പോലും ഞാൻ എതിർത്തില്ലേ നിനക്ക് വേണ്ടി? അപ്പം എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തലയായിട്ട് കാണിക്കുക. ഇവിടെ ഇപ്പം നിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും തകർന്നിരിക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു. നിൻ്റെ മുത്തശ്ശിയാണോ, വൈജയാണോ, അതോ എൻ്റെ മക്കളാണോ? അപ്പോൾ അല്ല. അപ്പോൾ ഹൃദയം തകർന്നവൻ, മനസ്സ് തകർന്നവൻ, അങ്ങനെയൊക്കെ ഒരാളായിട്ടാണോ നീ എന്നെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയും നീ നിൽക്കണ്ടായോ, എന്നെ താങ്ങി നിർത്തണ്ടായോ എന്ന് ചോദിക്കാം. എന്നെ കെയർ ചെയ്യണ്ടേന്ന് ചോദിച്ചു. പക്ഷേ നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ നിൽക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചത് അലീനയും എടുത്തു കേട്ടോ. പാവം അലീന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും അലീന വാ വിട്ട് കരയുക. അലീനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അലീന ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. കണ്ണുനീരൊക്കെ തുടച്ച് ഒരു സെക്കൻഡ് നേരത്തേക്ക് അലീനയുടെ കയ്യിൽ നിന്നെല്ലാം പോയി. അലീന ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച് പിന്നെ സാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ നുറുങ്ങുന്ന വേദനയായിട്ട് ഇങ്ങനെ നിൽക്കും അവിടെ. അപ്പോൾ ബാലൻ ഇങ്ങനെ അലീനയെ നോക്കുവാണ്. പാവ അലീന എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. താഴേക്ക് പോയാൽ ചെകുത്താൻ കടിച്ച് തിന്നും, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെകുത്താൻ കടിച്ച് തിന്നും, എല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ പോകരുത് എന്നുള്ളത്. അപ്പോഴത്തേക്കും അലീന ഇങ്ങനെ നിസ്സഹായതയോടുകൂടി ബാലനെ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്തുത്തരം കൊടുക്കണമെന്ന് അലീനയ്ക്ക് അറിയില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ സ്നേഹമുള്ള ഒരു മകള് അച്ഛനെ ഉപേക്ഷിച്ച് പോകത്തില്ല എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയൂ കേട്ടോ. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷക്കണ്ണുനീരായി. അത് എനിക്ക് നിൻ്റെ സഹായം വേണമെന്ന് ബാലൻ പറയുക. ഞാൻ വീണ് കിടക്കുകയാണെന്നും എനിക്ക് നീ വേണോ എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ, എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം, ഇനി നീയാണ് എൻ്റെ ഊന്നുപടി എന്ന് ബാലൻ അലീനയോട് പറയുമ്പോൾ പാവം അലീന ഇങ്ങനെ
എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അലീനയ്ക്ക് എവിടുന്ന് ഒരു ധൈര്യം വന്നതുപോലെ അലീന ഇങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വൈജയെ തൃപ്തിപ്പെടുത്തി കുടുംബസമാധാനം രക്ഷപ്പെടുത്താനായിട്ടാണ് നീ പോകുന്നതെങ്കിൽ നിനക്ക് തെറ്റി എന്ന് ബാലൻ പറയുക കേട്ടോ. അത് പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ല എന്ന കാര്യം ബാലചന്ദ്രൻ അലീനയോട് പറയുവാണ്. അത് കേട്ടപ്പോൾ അലീന വീണ്ടും പെട്ടു. അങ്ങനെ എന്നാ പറയണ്ടേന്ന് അറിയാത്ത ഒരു ഇതിൽ അലീന ഇങ്ങനെ നിൽക്കുവാണ്. വൈജയ്ക്ക് വേണ്ടി നീ ഇവിടുന്ന് പോയാൽ പിന്നെ ഒപ്പം ഞാനിവിടുന്ന് ഇറങ്ങുമെന്ന് പറയാം. അതും മേടമൊന്നും അല്ല, അവൾ വെറും കീടമാണെന്ന കാര്യം ബാലചന്ദ്രൻ അലീനയോട് പറയുക. വലിയ ആള് വിളിച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാം തീർത്ത് കൈ കൊടുത്തു ബാലൻ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് പോകണം എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു. അലീനയാണെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ ഇങ്ങനെ പെട്ട് നിൽക്കുക. എവിടെ വേണമെന്ന് നീ പറഞ്ഞാൽ മതി, എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവിടാമെന്ന് ബാലൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നീ ഓർമ്മയിൽ വെച്ചോളണം, നീ എന്നാണോ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അന്നേ ഞാനും ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന കാര്യം ബാലൻ അലീനയോട് പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ബാലചന്ദ്രൻ സാർ എന്താ ഈ പറയുന്നത്? അലീനയ്ക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ. അലീന ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുമ്പം നിനക്കറിയാം നീ ആരാണെന്നും ഞാൻ ആരാണെന്നും ഇല്ലേന്ന് ചോദിച്ചു. നിനക്കറിയാം ന്യായം ആരുടെ ഭാഗത്താണെന്നും അന്യായം ആരുടെ ഭാഗത്താണെന്നും നിനക്കറിയാം ആർക്കാണ് അധികാരമെന്നും ആരെയാണ് അനുസരിക്കേണ്ടതെന്നും. ഇനി നീ തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന്. ഈ കുടുംബം നിലനിൽക്കണോ അതോ തകർന്നു പോകണമോ വേണ്ടയോ എന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അലീന ചാടി കയറി ഇത് നിലനിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബാലനിങ്ങനെ അലീനയെ നിസ്സഹായതയോട് നോക്കുക. അപ്പോൾ ഞാൻ ഏൽപ്പിക്കുകയാണ് നിന്നെ ഈ കുടുംബം, ഇത് തകരാതെ നോക്കേണ്ടത് നീയാണെന്നും പറഞ്ഞു വലിയൊരു ഉത്തരവാദിത്വം തന്നെ അലീനയുടെ തലയിലേക്ക് ബാലചന്ദ്രൻ എടുത്തു വെച്ച് കൊടുക്കുന്നു, വൈജയന്തിയെ തീർത്തുകൊണ്ട്. അപ്പോൾ നിന്നെ ഈ വീട്ടിൽ ഏറ്റവും ആവശ്യമുള്ള സമയം ഇതാണെന്ന കാര്യം ബാലചന്ദ്രൻ അലീനയോട് പറയണു കേട്ടോ. അതൊക്കെ കേട്ട് അലീന ഇങ്ങനെ കണ്ണുകളെയും വാക്കുകളെയും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നെ കെയർ ചെയ്യണം, അതുപോലെ വൈജയുടെ അമ്മയെയും കെയർ ചെയ്യണം. വീട്ടുവേലക്കാരിയുടെ വേഷം അതങ്ങെടുത്ത് കളഞ്ഞേക്കാൻ ബാലചന്ദ്രൻ പറയുന്നു. വീട്ടുവേലക്കാരിയുടെ വേഷം ഇനി നിനക്ക് വേണ്ട എന്നും ബാലചന്ദ്രൻ അലീനയോട് പറയുക. ഇതൊക്കെ കേട്ട അലീനയ്ക്ക് എന്ത് ഉത്തരം കൊടുക്കണം എന്നറിയില്ല. ഇത് രക്തരക്ഷത്ത് ഇപ്പം രക്തം ഊറ്റി കുടിക്കും. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആ പേടി ആ പാവത്തിന്. അങ്ങനെ ഇനി ആരെങ്കിലും നീ ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെ പറഞ്ഞ മറുപടി ആയിരിക്കരുത് നീ പറയേണ്ടത്, പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു. ആര് നിന്നോട് ചോദിച്ചാലും എന്ത് നീ പറയും എന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ അവിടെ നിൽക്കുക. എന്ത് പറയാനാ, അതിനെനിക്ക് പേടിയാ. ഇപ്പോൾ ബാലൻ ബാലചന്ദ്ര മേനോൻ്റെ മകളാണെന്ന് പറഞ്ഞോളണം എന്ന് ബാലൻ പറയുമ്പോഴത്തേക്ക് അലീന ഒരൊറ്റ കരച്ചിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. ടാറ്റാ.